ശരിക്കും ഒരു ചീറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. ട്രസ്റ്റിനെ മിസ്യൂസ് ചെയ്യാം. പക്ഷെ ഖത്തറിലും താങ്കൾക്ക് ദൈവം ഒരു അനുഭവം കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ സംഭവം തന്നെയാണ്, ഇൻസ്പയറിങ്. എന്താണ്? ഞാനൊരു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് എന്നെ ധിക്കരിക്കണ്ട, നീ വെറും ഇന്ത്യക്കാരൻ. ഞാൻ പോകുന്ന സമയത്ത് എന്നെ എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്തു. യെസ്, അറസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ഒരു കാര്യമില്ല. എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ടുപോകുന്നു പറഞ്ഞു. പിറ്റേ ദിവസം വണ്ടി വലിയ, വേറെ ദിവസം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം കൊണ്ടുപോയില്ല, നാലാമത്തെ ദിവസം കൊണ്ടുപോയില്ല. 5 ദിവസം നമ്മളിട്ട് അതേ ഡ്രസ്സിൽ എന്താണെന്ന് പോലും അറിയാം. എംപ്ലോയീസ് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ നമ്മൾ എംപ്ലോയീസ് എന്ന് വിളിക്കരുത്. ഈ എംപ്ലോയീസിനൊക്കെ ഉള്ള വിളിപ്പേര് വന്നത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷുകാർക്ക് കൊണ്ടുവന്നായിരിക്കും. തീർച്ചയായിട്ടും. വർക്കേഴ്സ്, എംപ്ലോയീസ്, ആ ശരിക്കും അത് മാറ്റണം. ആ വിളിപ്പേര് ഫാമിലിയാണ്. ഓഫ് കോഴ്സ്. സഹീർ ഭായ്, താങ്കളുടെ വാക്ക്, താങ്കളുടെ പേര് പോലും സഹീർ സ്റ്റോറീസ് എന്നാണ്. അതെ. അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി സ്റ്റോറീസ് എന്നതിലേക്ക് എങ്ങനെയാണ്? പിന്നെ അതിനൊക്കെ പുറമെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൊണ്ടുവന്നത് എങ്ങനെയാ അറിയാം? ഫർണിച്ചർ ടൂറിസം. അതെന്താ സംഭവം? ബിസിനസ്സിലെ ഒരു തന്ത്രം എന്ന് പറയുന്നത് വളരെ ഓപ്പൺ മൈൻഡഡ് ആവുക, ലാഭത്തിന്റെ പിന്നാലെ ഓടാതിരിക്കുക, സേവനത്തിന്റെ പിന്നാലെ ഓടുക. പണം പുറകെ വരും. ഒരു സംരംഭം വിജയിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്നാൽ നമ്മൾ നിരവധി വിജയിച്ച സംരംഭകരെ കണ്ടിട്ടുണ്ട്. വാല്യൂ ബേസ്ഡ്, മൂല്യങ്ങളിലൂന്നി ഒരു സംരംഭം വിജയിപ്പിക്കുക, അതൊരു വലിയ ഗ്രൂപ്പായി പടുത്തുയർത്തുക, പിന്നീട് അദ്ദേഹം തുടങ്ങിയ ആ സംരംഭത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം അറിയപ്പെടുക, സമൂഹത്തിലേക്ക് നന്മകൾ ചെയ്യുന്നവർ വളരും എന്നുള്ളതിന് ഉദാത്തമായ ഉദാഹരണമാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലിരിക്കുന്ന വ്യക്തി. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരും സഹീർ സ്റ്റോറീസ് എന്ന ഈ നാമം കേട്ട് കാണും. ഒരു വലിയ ബ്രാൻഡ് പടുത്തുയർത്തിയ വ്യക്തിയാണ് അദ്ദേഹം. നമ്മോടൊപ്പം ഇന്ന് ഹോട്ട് സീറ്റിലുണ്ട്. സഹീർ ഭായ്, വെൽക്കം ടു സ്പാർക്ക്. താങ്ക് യു. താങ്കളുടെ നാട് എവിടെയാണ്? കോഴിക്കോടാണ് എൻ്റെ സ്വദേശം. മലബാറുകാർ പൊതുവെ നന്മയുള്ള ആൾക്കാരാണെന്ന് പറയാം അല്ലേ? നന്മ എല്ലാവർക്കും ഉണ്ട്. മലബാറുകാർക്ക് ഇത്തിരി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഠിച്ചത് കോഴിക്കോട് ചേളന്നൂർ SN കോളേജിലാണ്. ഓക്കെ. വിദ്യാഭ്യാസം എന്താ? ഡിഗ്രി ആയിരുന്നു. ബികോം ഡിഗ്രി. താങ്കളുടെ പിതാവ് ബിസിനസ്സിൽ എന്തെങ്കിലും? ഇല്ല, പിതാവ് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ടൗൺ പ്ലാനർ ആയിരുന്നു കോഴിക്കോട്. അവസാനം കാസർഗോഡ് ടൗൺ പ്ലാനറായിട്ട് റിട്ടയർ ചെയ്തു. പഠനം കഴിഞ്ഞിട്ട് മരണപ്പെട്ടു അല്ലേ? പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്തത്? പഠനം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഈ ഫാമിലി ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്തു. അത് ഗാർമെന്റ്സ് ഹോൾസെയിൽ ആയിരുന്നു, അതിലേക്ക് എൻ്റർ ചെയ്തു. പിന്നെ അവിടുന്ന് ഫാമിലി ബിസിനസ്സൊക്കെ ഒരു നന്നായിട്ട് പോവില്ല, ഫ്യൂച്ചർ ഇല്ല എന്ന് പരിമിതികളുണ്ടെന്ന് മനസ്സിലായ സമയത്ത് മറ്റെല്ലാവരും പോകുന്ന പോലെ പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. എങ്ങോട്ടാണ് പോയത്? ഖത്തറിലേക്കാണ് ആദ്യം പോയത്. ഓക്കെ. ആ യാത്ര തന്നെ ദൈവാധീനം കൊണ്ട് ഒത്തിരി സക്സസ് ഉണ്ടായി. സക്സസ് ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും അഹങ്കാരം ഉണ്ടാവും. അതേ അഹങ്കാരം എനിക്കും ഉണ്ടായി. കാരണം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ഇനി ഗൾഫിൻ്റെ ഒന്നും ആവശ്യമില്ല, നാട്ടിൽ 1-2 വർഷം താമസിക്കുക എന്നുള്ള. ഒരു വർഷം വന്നപ്പോഴേക്കും ആ സമ്പാദിച്ചതും അതെല്ലാം നഷ്ടപ്പെട്ടു. നാട്ടിൽ ബിസിനസ് ചെയ്തിട്ട് വീണ്ടും ഫ്ലൈ ബാക്ക്. അവിടെ ജോലിയാണോ ചെയ്തത്? ബിസിനസ് ആദ്യം ചെയ്തത് ജോലിയായിരുന്നു. ഒരു 600 ദിർഹംസിന് ഒരു കഫ്റ്റീരിയയിലെ തൊഴിലാളിയായിട്ടായിരുന്നു തുടങ്ങിയത്. 600 ദിർഹംസിന്. അതിനാണ് ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത്. അത് വലിയ സംഖ്യയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് അല്ലേ? അന്ന് ആ ഒരു കഫ്റ്റീരിയയിലെ ജീവനക്കാരനായിരുന്നു. അവിടുന്ന് പിന്നീട് സംരംഭം തുടങ്ങി. അതെ, അവിടുന്ന് സംബന്ധം ഖത്തറിൽ തന്നെയായിരുന്നു. കഥകൾ തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് ഒരു കഫ്റ്റീരിയയിൽ ഞാനൊരു ജ്യൂസ് മേക്കിംഗ് ഒക്കെ എന്നെ പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് മേക്ക് ചെയ്തിട്ട് ഞാൻ ഒരു അറബിക്ക് കസ്റ്റമർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം എനിക്ക് 10 ദിർഹംസ് വന്നു. അപ്പം ഞാൻ അവിടെ സ്വപ്നം കണ്ടത് ഒരു ദിവസം ഒരു കസ്റ്റമർ 10, അപ്പം മിനിമം ഒരു 5-10 പേര് വരും. അപ്പോൾ 100 ദിർഹംസ്. അപ്പം 100 × 30. ഓ, സാലറി എവിടെ കിടക്കുന്നു, സാലറി ഒന്നും വേണ്ട. അങ്ങനെ റിയാലാണ്. അങ്ങനെ സാലറി അങ്ങനെ സ്വപ്നം കണ്ടു കിടക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ വേറൊരു കസ്റ്റമർക്ക് സപ്ലൈ ചെയ്തിട്ട് തിരിച്ച് കാശ് വാങ്ങുമ്പോൾ ആ ജ്യൂസൊക്കെ അവിടെ നിലത്ത് വാരി എറിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. നോക്കുന്ന സമയത്ത്
ഈ അസീർ മൗസ് എന്ന് പറയും, അതായത് ഈ ഇതില്ലേ നമ്മുടെ ബനാന ജ്യൂസ്, അതിലടിക്കുന്ന സമയത്ത് അതിൽ പാല് ഒഴിക്കണം. എന്നോട് പാൽ ഒഴിക്കാൻ മറന്നുപോയി, പാൽപ്പൊടി നിഡോ അതൊഴിക്കണം, ജ്യൂസ് അടിക്കണം, എന്നോട് മറന്നുപോയി. അപ്പോൾ പിന്നെ അത് അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം വലിച്ചെറിഞ്ഞിട്ട് പോയി. ചെയ്തിട്ട് പോകും. അവിടെ എന്ത് ബിസിനസ്സാണ് ട്രൈ ചെയ്തത് ഖത്തറിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ക്യൂട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടെലികോം കമ്പനിയുണ്ട്. ആ ടെലികോം കമ്പനിയുടെ പ്രീപെയ്ഡ് കാർഡുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ദൈവാധീനം കൊണ്ട് അതേ ടെലികോം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെർമിനേഷൻ റേറ്റ് ഉണ്ട്. ഒരു ടെർമിനേഷൻ വഴിയാണ് ശരിക്കും ഒരു കോള് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് വിളിക്കുന്നതിന് ഒരു ടെർമിനേഷൻ കോസ്റ്റ് കൊടുക്കണം. പിന്നെ ആ ടെർമിനേഷൻ്റെ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറാൻ പിന്നെ കഴിയും, അതും US വെച്ചിട്ട്. അപ്പോൾ അത് ദൈവം അവിടെ കൊണ്ടെത്തിക്കുന്നതാണ്. ജീവിതത്തിൽ തുടക്കം മുതലേ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാവും, അതുപോലെ നമുക്കുണ്ടാവും. നമ്മൾ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരാളോട് പറയും, പരാതി പറയും. അപ്പോൾ പരാതി പറയുമ്പോൾ നമ്മൾക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, ആരെയും പറ്റിച്ചിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനോട് അപേക്ഷിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, അതായത് പിന്നെ നമ്മൾ ദൈവത്തിനോട് നമുക്കൊരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ദൈവമേ എന്നെ രക്ഷിക്കണേ, എൻ്റെ പ്രശ്നങ്ങൾ വിശദമായിട്ട് അവതരിപ്പിക്കും. പക്ഷേ നമ്മൾ പിന്നീട് പരാതി പറയും, ദൈവം എൻ്റെ ഒരു പ്രശ്നങ്ങളും കേട്ടില്ല, എൻ്റെ പ്രതിസന്ധികൾ ദൈവം എന്നെ സഹായിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ ടീമിനോട് പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ അവരോട് പറയും, ദൈവം നിങ്ങളുടെ മുമ്പിൽ ഹാജരാവുന്നുണ്ട്, എന്നിട്ട് ദൈവം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിനൊരു വാതിലില്ല. അപ്പോൾ നിങ്ങൾ ഹൃദയത്തിനൊരു വാതിലുണ്ടാക്കണം. അപ്പോൾ ഫർണിച്ചർ കച്ചവടക്കാരനായതുകൊണ്ട് തേക്കിൻ്റെ മഹാഗണിൻ്റെ വാതിലല്ല, വാല്യൂസിൻ്റെ വാതിൽ. അതിൽ നന്മയുണ്ട്, എല്ലാ വാല്യൂസും, അതായത് കാരുണ്യം, വിനയം, പരസ്പര സഹായം, ട്രസ്റ്റ്, ട്രൂത്ത്, എത്തിക്സ്, ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരുപാട്, അതായത് ദൈവത്തിൻ്റെ ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ടല്ലോ. ആ ഗുണവിശേഷങ്ങൾ കൊണ്ട് തീർത്തൊരു വാതിൽ നമ്മുടെ ഹൃദയത്തിനുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ, ദൈവത്തിനുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ, നമ്മുടെ അപേക്ഷകൾ ദൈവം കേൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ദൈവത്തിനോട് ഞാൻ പറയുന്ന സമയത്ത് ദൈവം കേട്ടു. നമുക്കൊരു കഴിവുമില്ല, നമ്മളൊരു പ്രവർത്തനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ രക്ഷപ്പെടുത്തുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് ഒരു അവിടുന്ന് ഖത്തറിൽ നിന്ന് പണമുണ്ടാക്കി നാട്ടിലേക്ക് വന്നു പറയാം. അപ്പോൾ പൈസയുടെ ഒക്കെ ഒരു വന്നു. ഇവിടെ വന്ന് എന്താണ് തുടങ്ങാൻ ശ്രമിച്ചത്? എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു MLM ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾക്കറിയുമെന്നറിയില്ല, കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ബെഡിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ MLM-ൻ്റെ കൂടെ ചേർന്നു. അത് സ്വപ്നങ്ങളാണ് വെക്കുന്നത്. അതെ. അപ്പോൾ അതിൽ കുറേ കാശ് നഷ്ടപ്പെട്ടു, നല്ല സൽപ്പേരും കുറച്ച് റിലേറ്റീവ്സിനാണ് ഇത്. അതൊരു ചീറ്റിംഗ് ആയിരുന്നു. പക്ഷെ നമ്മൾ അതിലേക്ക് റെഫർ ചെയ്ത് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു, സുഹൃത്ത്, എൻ്റെ കൂടെ കളിച്ച് നടന്ന, എൻ്റെ കൂടെ പഠിച്ച അയാളെ നമ്മൾ വിശ്വസിക്കുകയാണ്. ശരിക്കും ഒരു ചീറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. ട്രസ്റ്റിനെ വിറ്റ് മിസ്യൂസാണ്, ട്രസ്റ്റിനെ വിറ്റ് കാശാക്കാണ്. ദാറ്റ് വാസ് എ ട്രാജഡി. അതിന് തിരിച്ചുപോയി. പക്ഷെ ഖത്തറിലും താങ്കൾക്ക് ദൈവം ഒരു അനുഭവം കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ സംഭവം തന്നെയാണ്, ഇൻസ്പയറിങ്. എന്താണത്? ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഖത്തറിൽ രണ്ടാമത് പോയ സമയത്ത് ഞാൻ 0 ഹാൻഡ്സിലാണ് പോകുന്നത്. അപ്പം ക്യാപിറ്റൽ റേസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കൾ എടുത്തിട്ട്, അത് ഷോപ്സാണ്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഷോപ്പ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഒരു ചിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും ചിട്ടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ അവരെല്ലാം 10 പേര് 1000 ദിറംസ്, അപ്പോൾ 10,000 ദിറംസ് സ്ഥല എനിക്ക് വന്നു. മൂപ്പ് എന്ന് പറയുമോ, ചിട്ടി ചേർത്തപ്പോൾ ആദ്യത്തെ കാശ് നമുക്കായിരിക്കും ഇത് റൺ ചെയ്യുന്ന ആൾ. ആ കാശ് വെച്ചിട്ട് ഞാൻ എന്ത് ബിസിനസ്, ഏറ്റവും ലോ ബഡ്ജറ്റ് എന്ത് ബിസിനസ് തുടങ്ങുന്ന ഓർത്ത സമയത്ത് എനിക്ക് മനസ്സിലായി, ഫിഷ് മാർക്കറ്റിൽ പോവുക, ഫിഷ് വാങ്ങുക, കാറിൽ വെക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ പിന്നെ ക്യാമ്പുകളിൽ, വീടുകളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പഴയ 316 മസ്ദ 316 വാങ്ങുന്നു. AC ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിൽ നമ്മൾ മീനിൻ്റെ കൊട്ടയെല്ലാം വാങ്ങി വെച്ചു, അതിൽ ഇതൊക്കെ സെറ്റപ്പ് ആക്കി. രാത്രി കിടന്നുറങ്ങിയ സമയത്ത് ഈ കാറ് 3500 ദിറംസിന് വാങ്ങി, ബാക്കി 6500 ദിറംസ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ ഈ 500 ദിറംസിന് ബോക്സിൽ വാങ്ങി, 6000 ദിറംസ് എൻ്റെ പോക്കറ്റിലുണ്ട്. അത് വെച്ചിട്ട് കിടന്നുറങ്ങുന്നത്. കാലത്ത് എണീക്കുമ്പോൾ ഇത് കള്ളം കൊണ്ടുപോയി, വീണ്ടും 0 ആയി. നമ്മൾ ദൈവത്തിനോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും, എന്നെ കൈവിടരുത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഈ വണ്ടി എടുത്തിട്ട്, പെട്രോൾ ഇത്തിരി ഉണ്ട്, അത് എടുത്തിട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സുഹൃത്തിനെ കാണാൻ, പഴയ സുഹൃത്ത്, കുറച്ച് എന്നേക്കാൾ നല്ല പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു,
അപ്പം ഞാൻ പറഞ്ഞു മീൻ കച്ചവടത്തിന് പോകാം. അപ്പം എന്നോട് പറഞ്ഞു നീ മീൻകാരനായിട്ട് മാറേണ്ട ആളാണ്. ഞാൻ പറഞ്ഞു അത് മീൻകാരൻ എന്നല്ല, ഏത് തൊഴിലും അതിനേതായ ഇതുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിയാണ് പിന്നീട് പുള്ളിയായിട്ട് കുറച്ച് ബിസിനസ് അദ്ദേഹം ഒരു ടെൻഡർ എടുക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും മുഖ്യധാര ബിസിനസ്സിലേക്ക് വേറെ പല ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സിലേക്ക് പോകുന്നു. റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ് അതൊക്കെ ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഈ ടെലികോം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുത്തു. വീണ്ടെടുത്തു. അതിലും ഗംഭീരമായിട്ട്. അവിടെയും ഒരു ചാലഞ്ച് താങ്കൾക്ക് പിന്നീടും വന്നു അല്ലേ ഖത്തറിൽ? തീർച്ചയായിട്ടും ചാലഞ്ച്. അതായത് ഈ ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് ഞങ്ങൾക്കന്ന് അവിടുത്തെ സെൻട്രൽ ജയിലിലെ കഫ്റ്റീരിയ ഞങ്ങൾ ടെൻഡർ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് സ്പോൺസർ പറഞ്ഞു അദ്ദേഹത്തിന് അതിൻ്റെ നമുക്ക് ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആവശ്യപ്പെടുകയും ഒരു ഡിസ്പ്യൂട്ട് വരികയും ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, കാശൊന്നും വേണ്ട, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ്, അത് താങ്കളിത് ചെയ്യുക, ഞാനെല്ലാം താങ്കൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞില്ല, ഞാനത് ചെയ്യും, പക്ഷേ നീ എൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് എനിക്ക് സ്പോൺസർ. അപ്പോൾ അദ്ദേഹം അന്യായമായ ഒരു കാര്യം പറയുന്നു. അപ്പം അന്യായ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ഇവിടേക്ക് താങ്കളുടെ അടുത്തേക്ക് വന്നത് ഈ ഒരു ബിസിനസ് വേണ്ടിയിട്ട്, അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവാം, സാറിൻ്റെ വഴിക്ക് വന്നു. അപ്പോൾ ബുദ്ധി എന്നെ ഇത് ചെയ്തു, ചലഞ്ച് ചെയ്തു. ഞാനൊരു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് എന്നെ ധിക്കരിക്കണ്ട, നീ വെറും ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു താങ്കൾ ജീവിക്കുന്ന താങ്കളുടെ പൂർവികന്മാരും താങ്കളുടെ പിതാക്കന്മാരൊക്കെ ഈ കടപ്പുറത്ത് ഇന്ത്യൻ ഷിപ്പ് കാത്ത് ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വരുന്ന അരി വാങ്ങിയിട്ട് കഴിച്ചൊരു കാര്യമുണ്ട്. അന്ന് ഇന്ത്യൻ കറൻസി ആയിരുന്നു ഈ രാജ്യത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല റെസ്പെക്റ്റും നല്ല സൗഹൃദവുമുള്ള ഇതൊന്നും നമുക്ക് നടക്കില്ല. ഞാൻ ഇന്ത്യക്കാരൻ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ സത്യത്തിൻ്റെ നീതിൻ്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഞാൻ തീർച്ചയായും ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് തീർത്ത് അദ്ദേഹത്തിനോട് പറയാണ്. അങ്ങനെ അദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്ത് ഞാൻ 2 വർഷം ഞാൻ പറഞ്ഞ രീതിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് എല്ലാ ഡിസ്പ്യൂട്ട്സും എന്തെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് കാശ് ആവശ്യപ്പെട്ടു. എൻ്റെ അടുത്ത് കാശുണ്ടായിരുന്നു. കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഞാൻ പോകുന്ന സമയത്ത് എന്നെ എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്തു. യെസ്, അറസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ ഒരു കാര്യമില്ല. ഞാൻ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഞാൻ എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, ഒന്ന് ക്ലിയർ ആക്കാണ്ട്, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്. അപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്തു, ഒരു ദിവസം അവിടെ ജയിലിൽ കിടത്തി. പിറ്റേന്ന് ERB വരുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തതല്ലേ? അല്ല, ഒന്ന് എന്നോട് മറന്നു പോയതാന്നുകൊണ്ട് സൈൻ ചെയ്ത് അപ്പം തന്നെ റിലീസാക്കി. അപ്പം ഞാൻ പിന്നീട് ഒരാളെ പറഞ്ഞയച്ചിട്ട് ചോദിച്ചു എന്താണ് അദ്ദേഹം ഒന്ന് ബാക്കി വെച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞു ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞതിൻ്റെ കൂലിയാണത്. കൂടുതൽ ആവശ്യമായി, കാരണം ഇന്ത്യക്കാരനായതുകൊണ്ടാണല്ലോ ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പം നമ്മൾ മഹാത്മാവിനൊക്കെ ഓർക്കുന്നു. അഭിമാനമുള്ള കാര്യം. നമുക്ക് സ്വാതന്ത്ര്യത്തിലൊന്നും കിടക്കാൻ പറ്റിയില്ലല്ലോ. ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്. എനിക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ റെസിഡൻസ് പെർമിറ്റ് ഉണ്ട്. കുറച്ച് യൂറോപ്യൻ കൺട്രികളിലും റെസിഡൻസ് പെർമിറ്റ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ യൂറോപ്യൻ കൺട്രിയിൽ ഞാൻ റെസിഡൻസിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ അപ്ലൈ ചെയ്തു. അപ്പം ഒരുപാട് മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് എനിക്ക് റെസിഡൻസ് പെർമിറ്റ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു എയർപോർട്ടിൽ, ഒരു രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ല, ഞാനൊരു രാജ്യത്തെ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു യു ആർ അണ്ടർ അറസ്റ്റ്, യു ഹാവ് എ ക്രിമിനൽ കേസ്. ഞാൻ പറഞ്ഞു എനിക്കൊരിക്കലും ക്രിമിനൽ കേസ് വരില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സോ ആൻഡ് സോ പോലീസ് സ്റ്റേഷനിലാണ്, നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ യാത്ര ചെയ്യണം ഈ പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവരെ നേരെ ജയിലിലേക്ക് മാറ്റി. എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വണ്ടി വരില്ല, വേറെ ദിവസം എന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം കൊണ്ടുപോയില്ല, 4-ാമത്തെ ദിവസം കൊണ്ടുപോയില്ല. 5 ദിവസം നമ്മളിട്ട് അതേ ഡ്രസ്സിൽ എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി. 5 ദിവസം ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് ആകെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ആകാശം കാണണം. ആകാശം, നീ 52 വർഷം നീ ആകാശം കണ്ടതല്ലേ, എന്തിനാണ് ഇപ്പം അതെ 52 വർഷം ഞാൻ ആകാശം കണ്ടത് എന്നോട് മറന്നുപോയി. ഞാൻ ഒരിക്കലും ആകാശം കാണണം എന്നുള്ള ഒരു ശ്വാസം മുട്ടല്ല, അതൊരു ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അപ്പോൾ ജയിലിൽ കിടക്കുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ, അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. അപ്പം ഞാൻ അവിടെ പോയി 1 മണിക്കൂർ യാത്ര ചെയ്യേണ്ടത് 5 ദിവസം കാത്തിരുന്നിട്ട് 1 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഇടത്ത് പോയി
അപ്പം അവർക്ക് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി എന്നെ വെറുതെ വിട്ടു. ആ ഒരു ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി, എനിക്ക് 600-700 എംപ്ലോയീസ് ഉണ്ട്. അതിലൊരു എംപ്ലോയിയുടെ സിഗ്നേച്ചറിൽ, ലേബറിലുള്ള സിഗ്നേച്ചറിൽ, പാസ്പോർട്ടിലുള്ള സിഗ്നേച്ചറിലും മാച്ചിങ് ഇല്ല, അത് കറക്റ്റ് അല്ല, സെയിം അല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എന്താ പറയുക ഫ്രോജറി ചെയ്ത, ഞാനല്ല, എൻ്റെ സ്ഥാപനം ഫ്രോജറി ചെയ്തു, എൻ്റെ സ്ഥാപനം അവൻ്റെ സിഗ്നേച്ചർ ഫ്രോജറി ചെയ്തു. എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് എൻ്റെ സ്ഥാപനം അടിച്ചു നോക്കി കഴിഞ്ഞാൽ എൻ്റെ പേരാണ്, എൻ്റെ സിഗ്നേച്ചറാണ് അവിടുത്തെ സിസ്റ്റത്തിൽ മുഴുവൻ. അതിനെക്കുറിച്ച് ഒന്നും താങ്കൾക്ക് അറിയുമോ? റെസ്പോൺസിബിൾ പേഴ്സൺ. അപ്പം ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ ഡെയിലി ഓപ്പറേഷനിൽ ഞാനില്ല, ഇതൊന്നും പറഞ്ഞിട്ട് അവർ കേട്ടു, വളരെ മാന്യമായിട്ട് കേട്ടു. ജസ്റ്റിസ് അവർ അപ്പം തന്നെ നടപ്പാക്കി. പിന്നെ ഒരു 2-3 months കൊണ്ട് ഇത് കംപ്ലീറ്റ് ക്ലിയർ ആക്കി. അവരെന്നോട് ക്ഷമാപണം നടത്തി. ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ഇപ്പോഴും അവർ എന്നോട് പറയും റിയലി സോറി ഫോർ ദാറ്റ്. താങ്കൾ അങ്ങനെ അറബിയുമായി ഇഷ്യൂ ഉണ്ടായി, പിന്നീട് നേരെ മൈഗ്രേറ്റ് ചെയ്തത് എങ്ങോട്ടാണ്? ഇന്ത്യയിലേക്കാണോ തിരിച്ചു വന്നത്, അത് മിഡിൽ ഈസ്റ്റ് തന്നെ? ഞാൻ നേരെ ഒരു ഖത്തറിൽ നിന്ന് ഞാൻ നേരെ അന്ന് പോയത് യുഎയിലായിരുന്നു, ദുബായിലായിരുന്നു. പിന്നെ അവിടെ എന്താണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ദുബായിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്, പിന്നെ IT ബിസിനസ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. എന്ത് ബ്രാൻഡ് നെയിമിലാണ്? ബ്രോണറ്റ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ പല ബ്രാൻഡുകൾ. വളരെ പ്രശസ്തമാണ് ബ്രോണറ്റ് ഗ്രൂപ്പ്, അതിന്റെ സാരഥിയാണ് താങ്കൾ. തീർച്ചയായും. ഓക്കെ, അവിടെ നമുക്കിന്നിപ്പോ ടോട്ടൽ എത്ര എംപ്ലോയീസ്? ഞാൻ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് നിലനിൽക്കാനും ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഒരു പുതിയ ഫിലോസഫി അല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫിലോസഫി എന്താണെന്ന് അറിയോ? ദർ ഈസ് നോ കോമ്പറ്റീഷൻ ഇൻ ബിസിനസ്, ഓൺലി കൊളാബറേഷൻ. ഇവിടുത്തെ കച്ചവടക്കാരെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. സാമ്പത്തിക എന്താ പറയുക, ഒരു കെട്ടുറപ്പ് ഒക്കെ ഉണ്ടാവുന്നത് കച്ചവടക്കാരുടെ പറയുന്നു. ഒരുപാട് കച്ചവടക്കാർ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ബ്ലീഡ് ചെയ്യുമ്പം അവർ കൊടുക്കാനുള്ള സാലറി അവർ കൊടുക്കുന്നുണ്ട്, എത്ര പേർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ കച്ചവടക്കാരും സക്സസ് അല്ലല്ലോ. പക്ഷെ പണം ഉണ്ടാക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് എല്ലാ ബിസിനസ്സുകാരും. ഞാൻ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയെ എനിക്കില്ല. എനിക്ക് ഒരു ദിവസം 3 ബിരിയാണി കഴിക്കാൻ പറ്റും, അതിനപ്പുറം കഴിക്കാൻ പറ്റും. എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ളത്. മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, എൻ്റെ ബിസിനസ്സിലേക്ക്, ഉപ്പയുടെ ബിസിനസ്സിലേക്ക് വരണ്ട, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സും സാമ്രാജ്യം ഉണ്ടാക്കുക. എൻ്റെ ബിസിനസ്സിൽ എനിക്ക് കുറച്ച് കോർ പീപ്പിൾ ഉണ്ട്, എൻ്റെ ടീം. ഐ ബിലീവ് ഓൺ ടീം, കോർ ടീം. അവരാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്. എൻ്റെ കാലശേഷം അവർ റൺ ചെയ്യും. അപ്പോൾ എൻ്റെ ഓഹരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ പ്രോഫിറ്റ് നിങ്ങൾക്ക് വരും. നിങ്ങൾ നിങ്ങളുടേതായ സാമ്രാജ്യം ഉണ്ടാക്കുക. ഒരിക്കലും നമ്മൾ ഫീഡ് ചെയ്തത് കുട്ടികൾ, അത് ശരിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ലാൻഡ് ലേബർ ക്യാപിറ്റൽ പോരാ, ടീം വേണം, കോർ ടീം. ഞാൻ എൻ്റെ ബിസിനസ്സിന് റീസെൻ്റ്ലി HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് മാറ്റി HHC എന്നാക്കി. അതെന്താണ്? ഹ്യൂമൻ ഹാപ്പിനെസ് സെൻറ്റർ. ഹാപ്പിനെസ് ഈസ് ദ പാത്ത് വേ ടു ദ സക്സസ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ 8 വർഷം മുമ്പ് ജോലി ചെയ്ത ഒരാൾ മരിച്ചുപോയി. ഞാൻ ഉടൻ തന്നെ എൻ്റെ ടീമിനെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ പഠിക്കുക. അദ്ദേഹം ഗൾഫിൽ നിന്നാണ് മരിച്ചത്. വീട്ടിലെ അവസ്ഥ പഠിക്കുക. നമ്മൾ ആരും അറിയാതെ നമ്മൾ ചെയ്യുന്ന അങ്ങനത്തെ കുറേ പുണ്യകർമ്മങ്ങളാണ് നമ്മളിപ്പോൾ നമ്മൾ കൊടുക്കുന്ന എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ലീഗൽ അതല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. എംപ്ലോയീസ് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ നമ്മൾ എംപ്ലോയീസിനെ വിളിക്കരുത്. ഈ എംപ്ലോയീസിനൊക്കെ ഉള്ള വിളിപ്പേര് വന്നത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷുകാർക്ക് കൊണ്ടുവന്നായിരിക്കും. തീർച്ചയായിട്ടും. വർക്കേഴ്സ്, എംപ്ലോയീസ്. ആ ശരിക്കും അത് മാറ്റണം. ആ വിളിപ്പേര് ഫാമിലിയാണ്. ഓഫ് കോഴ്സ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒരാൾ വരുമ്പം ഇൻഡക്ഷൻ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ആദ്യം പില്ലേഴ്സ് പഠിപ്പിക്കും. ഞങ്ങളുടെ പ്രസ്ഥാനം താങ്ങി നിർത്തുന്നത് 7 പില്ലറിലാണ്. അതിൽ പെർസീവറൻസ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. അങ്ങനത്തെ ഈ എത്തിക്സ് പഠിപ്പിക്കും, ഈ വാല്യൂസ് പഠിപ്പിക്കും. അപ്പോൾ ഈ വാല്യൂസ് അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യം മനസ്സിലാവും, ഇതൊരു എംപ്ലോയർ എന്നതിലപ്പുറം അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഇതായിരിക്കും അവരവരുടെ കസ്റ്റമറോട് കൺവേ ചെയ്യുന്നത്. ഒരു ഉണങ്ങിയ മൺകൂനയുടെ മുകളിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര വേഗത്തിലാണ് അത് താഴത്തേക്ക് വീഴുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഓണേഴ്സിൻ്റെ സ്വഭാവം എന്താണോ അതായിരിക്കും എംപ്ലോയീസിൽ റിഫ്ലക്റ്റ് ചെയ്യുക. എംപ്ലോയി വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ എക്സാമിൻ ചെയ്യേണ്ടത് എംപ്ലോയിയുടെ സ്വഭാവമല്ല, എംപ്ലോയറുടെ സ്വയം ആത്മപരിശോധന നടത്തണം. തീർച്ചയായിട്ടും മിസ്റ്റേക്സ് ഇല്ലാത്ത ഒരാളില്ല. ഞാൻ ആക്യൂപ്സി എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് 10-20 ഫാർമസി ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന്. പക്ഷേ ആക്യൂപ്സി എന്നുള്ള മരുന്ന് ഞാൻ ഉണ്ടാക്കിയെന്നറിയോ? അഡ്മിറ്റ് യുവർ മിസ്റ്റേക്ക്, ആക്സെപ്റ്റ് യുവർ ഫെയിലർ, കറക്റ്റ് ഇറ്റ്, ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു കൂടി ഉണ്ട്, അപ്പോളജൈസ്.
ചെറിയ കുട്ടികളോട് പറയും പോലെ ഞാൻ എൻ്റെ എംപ്ലോയീസിനോട്, എൻ്റെ ടീം മെമ്പേഴ്സിനോട് പറയും, ഈ ആക്യൂബ്സി പോക്കറ്റിൽ വെച്ച് കാൽപോൾ പാരസെറ്റമോൾ വെക്കും പോലെ പോക്കറ്റിൽ വെക്കുക, ആവശ്യത്തിന് ഡെയിലി ഉപയോഗിക്കുക, ഒരു റിയാക്ഷനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ഇറ്റ്, ആക്സെപ്റ്റ് ഇറ്റ്. നമ്മളൊരു തെറ്റ് പറയുമ്പം അവർ ഭയങ്കരമായിട്ട് ഈഗോ ഹേർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, പാടില്ല. ഒരു ചെറിയ കുട്ടി ഒരു തെറ്റ് കഴിഞ്ഞാൽ അവനെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ വേദന മാറുന്നവരെ അവൻ കരയുള്ളൂ. അതേ സെയിം മിസ്റ്റേക്ക് പിന്നെയും ചെയ്യും. നേരെ മറിച്ച് അവനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട്, മകനെ നീ ചെയ്ത തെറ്റ് നിൻ്റെ സിസ്റ്റർ അടിച്ചു, പാടില്ല, അത് നിൻ്റെ കൂടപ്പിറപ്പാണ്, അവൾക്ക് വേദനിക്കും, അവളെ രക്ഷിക്കേണ്ടത് നീ. വാല്യൂസ് പറഞ്ഞു കൊടുക്കുക, അപ്പോളജൈസ് പറയാം, മാപ്പ് പറഞ്ഞിട്ട് ഒന്ന് എംബ്രേസ് ചെയ്യും. അപ്പം പിന്നീട് ഒരിക്കലും അവൻ്റെ സിസ്റ്റർ അടിക്കാൻ പോകില്ല. ഇതുപോലെ ആയിരിക്കണം നമ്മളെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടത്. സഹീർ ഭായ്, താങ്കളുടെ പേര് പോലും സഹീർ സ്റ്റോറീസ് എന്നാണ്. അതെ, അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി സ്റ്റോറീസ് എന്നതിലേക്ക് എങ്ങനെയാക്കുന്നത്? ആക്ച്വലി സ്റ്റോറീസ് എന്ന പേര് ശരിക്കും ഒരു നെയിം സജസ്റ്റ് ചെയ്തത് ഒരു കൺസൾട്ടൻസി തന്നെയാണ്. അദ്ദേഹം ഒരുപാട് പേര് വന്നപ്പോൾ അതിൽ ആ ഒരു പേരിനെ ദൈവം കൊണ്ടുവെക്കുന്നു. അദ്ദേഹമാണ് നെയിം നിർദ്ദേശിച്ചെങ്കിലും ലോഗോ പിന്നീട് പരിവർത്തനങ്ങൾ വന്നുകൊണ്ട് പിന്നീട് ഉണ്ടാക്കിയൊരു ലോഗോയാണ്. എന്നോട് എല്ലാവരും പറയും ലോഗോ ഈസ് ബ്രില്യൻറ്റ്. ആ ലോഗോനെ പ്രണയിക്കാത്ത മറ്റാരുമില്ല. ഐ എം സോ ലക്കി ഫോർ. അത് ഒരു പ്രാവശ്യം കണ്ടവരത് മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ലോഗോ. അങ്ങനത്തെ ഒരു ലോഗോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഫർണിച്ചർ മേഖല അല്ലാതെ വേറെ ഏതെങ്കിലും? ശരിക്കും ഞങ്ങൾ ഫർണിച്ചർ മേഖല എന്ന് പറയുന്നത്, വീണ്ടും പറയാണ്, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറീസ് ഒരു പ്രീമിയം ഒരു ലക്ഷറി ഫർണിച്ചർ ആയിട്ടാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തതെങ്കിലും ഇപ്പോൾ സ്റ്റോറീസ് അംബ്രല്ലയ്ക്കകത്ത് എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി. എവറിത്തിങ് ഈസ് പോസിബിൾ. സോഡിയ എന്ന് പറഞ്ഞ പേരിൽ എൻട്രി ലെവലിലുള്ള ബഡ്ജറ്റ് ഫർണിച്ചർ, ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും, ഡിസൈൻ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇതൊരു അൺഓർഗനൈസ്ഡ് സെക്ടറാണ് ഫർണിച്ചർ ഇൻഡസ്ട്രി. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എൻട്രി ലെവൽ ഒരു 10,000-20,000 മുതലുള്ള സോഫ മുതൽ മുകളിലേക്കുള്ള സോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള അതിന് സ്റ്റോറീസിൻ്റെ ഒരു മൾട്ടി സ്റ്റോറി ഒരു ഷോറൂം ആണെങ്കിൽ അതിൽ ഒരു ഫ്ലോറിൽ സോഡിയ ആയിരിക്കും. പിന്നെ സ്റ്റോറീസ് കൊടുക്കുന്നത് ലക്ഷറി ഫർണിച്ചർ ആണ്. വൗ ഫാക്ടർ, അതാണ് വൗ ഫാക്ടർ. അത്ര ക്വാളിറ്റി അമേസിംഗ് പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി എന്നോട് പലരും പറയും കൊറോണയ്ക്ക് ശേഷം വൗ ഫാക്ടർ ഇല്ല. സോ നൗ ദിസ് മന്ത് ദ വൗ ഫാക്ടർ ഈസ് ബാക്ക്. നമുക്ക് എത്ര സ്റ്റോഴ്സ് ആയി? ഞങ്ങൾ 5 സ്റ്റോറാണ് കേരളത്തിലുള്ളത്. അതിന് പുറമെ സ്റ്റോറീസ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ്, എലോൺ മസ്കിന്റെ എക്സ് വെച്ചിട്ട് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അത് പ്യൂർലി പ്രീമിയം കസ്റ്റമൈസേഷൻ, അതാണ് മറ്റൊന്നുള്ളത്. പിന്നെ അതിനൊക്കെ പുറമെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൊണ്ടുവന്നത് എങ്ങനെയാ അറിയാം, ഫർണിച്ചർ ടൂറിസം. ഫർണിച്ചർ ടൂറിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇപ്പം പലരും വീടുണ്ടാക്കുന്ന സമയത്ത് നേരെ ചൈനയ്ക്ക് പോകും. ഓക്കെ, HNIs ആണ് അധികം ചൈനയ്ക്ക് പോകുന്നത്. അപ്പം ഈ ചൈനയ്ക്ക് പോകുമ്പം പ്രശ്നം എന്താണെന്നറിയോ, അവിടെ 3 മാളാണുള്ളത്. ലോവർ മാള്, സൺലിങ്ക് മാള്, പിന്നെ ഒരു എംപയർ മാള്. ഈ 3 മാളുകളാണ് ഫോർഷാൻ സിറ്റിക്കകത്തുള്ളത്. ഇവരൊക്കെ അവിടെ പോയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഞങ്ങൾ പറയണത് ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ അവിടുന്ന് മേടിക്കുകയോ അതുമല്ലെങ്കിൽ ഇതേ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു 10-20-30 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ഫാക്ടറികളുണ്ട്. ഫാക്ടറിക്കൊക്കെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഈ ഫാക്ടറീസാണ് ഞങ്ങളുടെ റിസോഴ്സസ്. ഞങ്ങൾ 10-20 വർഷമായിട്ട് ഡീൽ ചെയ്യുന്ന ഫാക്ടറികൾ. ഇവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഷോറൂം, ഇവരുടെയൊക്കെ അടുത്തുനിന്ന് മേടിച്ചിട്ട് വിൽക്കുന്ന ഇടമാണ് ഈ മാളുകൾ. അതെ. അപ്പോൾ അവിടേക്കാളും ഒരു 40-50% കുറച്ചിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത് എൻഡ് ടു എൻഡ് സർവീസ്. നിങ്ങൾ അവിടെ പോവുക, സാധനം കാണുക, ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞങ്ങളെ അസിസ്റ്റൻ്റ് കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ ഹെൽപ്പർ കൂടെ ഉണ്ടാവും, ഞങ്ങളുടെ സെയിൽസ് ടീം ഉണ്ടാവും. അവർ നിങ്ങളവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുക. അതല്ലെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന സ്ഥലം എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക. ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനെ QC ചെയ്ത് പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനുശേഷം ആഫ്റ്റർ സെയിൽ സർവീസ്. നമ്മൾ ഏതെങ്കിലും ഏജന്റിന്റെ അടുത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പ്രസൻസ് ഇല്ല. അവിടെ ചൈനയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് നമുക്ക് മനസ്സിലായില്ല. പിന്നെ മാത്രമല്ല അവർക്ക് ഇവിടെ പ്രസൻസ് ഇല്ലാത്ത ഒരു വൺ മാൻ ഷോയിലുള്ള ഏജൻസ് ഒരുപാടുണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ട് ആരും ചെയ്തിട്ടില്ല, സ്ട്രക്ചർഡ് ആരും ചെയ്യുന്നില്ല. ഇത് ചെയ്യാത്തതിന് കാരണം ഞങ്ങൾ ഓൺലി ഒരു നോമിനൽ പെർസെൻറ്റേജ് ആണ് അതിനൊരു സർവീസ് ചാർജ് മേടിക്കുന്നത്. അപ്പോൾ ഈ കുറഞ്ഞ പെർസെൻറ്റേജിൽ സർവീസ് ചാർജ് മേടിച്ചിട്ട് എന്തിനാണ് ഞാനൊരു ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയാണ് അവർക്ക്. പക്ഷെ ഞങ്ങൾ നേരെ മറിച്ച് കസ്റ്റമർക്ക് ഒരു പ്രോബ്ലം ഉണ്ടോ, സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ബിസിനസ്സിൽ കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷനാണ്. ഒരാളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങളവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കില്ല. ഒരു ദിവസം കഴിക്കും, മറ്റു ദിവസം മറ്റൊരു സ്ഥലത്തായിരിക്കും അല്ലേ. എല്ലായിടത്തും ബിസിനസ് കിട്ടും.
എനിക്ക് മാത്രം ബിസിനസ് കിട്ടണം എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥ ചിന്തയാണ്. അതിലാണ് എല്ലാവരും കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. എനിക്ക് മാത്രം കിട്ടണം. പക്ഷേ മറ്റവനും കൂടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ബിസിനസ് കിട്ടിയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ബിസിനസ്സിലെ ഒരു തന്ത്രം എന്ന് പറയുന്നത് വളരെ ഓപ്പൺ മൈൻഡഡ് ആവുക എന്നുള്ളതാണ്. ലാഭത്തിൻ്റെ പിന്നാലെ ഓടാതിരിക്കുക, സേവനത്തിൻ്റെ പിന്നാലെ ഓടുക. പണം പുറകെ വരും. ഗാന്ധിജി പറഞ്ഞത് നിങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന സേവനമായിരിക്കണം ബിസിനസ്. ആ സേവനത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ റെമ്യൂണറേഷൻ്റെ പേരാണ് പ്രോഫിറ്റ്. അതൊരിക്കലും അധികം എടുക്കരുതെന്ന് പറഞ്ഞതാണ് ഗാന്ധിജി. പക്ഷേ അങ്ങനെയാണോ ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത്? എവിടെയാണ് കൂടുതൽ ലാഭം കിട്ടുന്നത്? ലാഭത്തിൻ്റെ പിന്നാലെ ഓടുക. സൈബായി എത്ര രാജ്യങ്ങളിൽ ഇപ്പോൾ ബിസിനസ് ഓപ്പറേഷൻസ് ഉണ്ട്? ഞാൻ 10ഓളം രാജ്യങ്ങളിൽ ബിസിനസ് ഓപ്പറേഷൻസ് ഉണ്ട്. ഞാൻ 10-80ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ സന്ദർശിക്കണമെന്നോ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളാണ് എല്ലാം. നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മൾ സുഹൃത്തുക്കളെ വിശ്വസിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുകയാണ്, നമുക്കൊരു ടൂറ് പോവാം, ഒരു പിക്നിക്ക്. അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം, പോവും. എങ്ങനെയാണ്, എവിടേക്കാണ്? അത് വയനാട്ടിലേക്കാണ് ടൂറ് ഫിക്സ് ചെയ്യുന്നത്. ചേളന്നൂർ എസ് എൻ കോളേജാണ്. അങ്ങനെ രാവിലെ 5:30 മണിക്ക് എത്തണം. 5:30 മണിക്ക് എല്ലാവരും ഈ ബസ് സ്റ്റോപ്പിൽ, കോളേജിൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ, ചേളന്നൂർ ഉള്ള ബസ് സ്റ്റോപ്പിൽ വരണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒരു ബാഗിലാക്കിയിട്ട് കാലത്ത് 5:30 ഞാൻ 6 മണിക്ക് ആരും വന്നില്ല, 6:30-ക്കില്ല, 7 മണിക്കില്ല, 8 മണിക്കായപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ആം ബീങ് ചീറ്റഡ്. അവർ എന്നെ കളിപ്പിച്ചതായിരുന്നു, എൻ്റെ കൂട്ടുകാർ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ വർഷം കഴിഞ്ഞ് ഇത്രയും 19 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ എനിക്ക് കിട്ടി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് എന്തായിരിക്കും എന്നറിയോ? ദൈവം കേട്ടത്, ഈ ഓയുടെ മീനിങ് ദൈവം കേട്ടിട്ടുണ്ടാവല്ലോ. അതായത് ഒരു യാത്ര, ഒരു പിക്നിക്ക് പോകാത്തൊരാൾ പിക്നിക്കിന് വേണ്ടി കൂട്ടുകാർ ക്ഷണിച്ചപ്പോൾ ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടപ്പം, ദൈവമേ എനിക്ക് പിക്നിക്കിന് പോകാൻ പറ്റിയില്ലല്ലോ, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നൊരു വേദന. അപ്പോൾ ഒരു പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും, നീ ഭാവിയിൽ ഒരുപാട് യാത്ര ചെയ്യുമെന്ന് ദൈവം, രാജ്യങ്ങൾ കാണാനുണ്ട് എന്ന് ദൈവം പറഞ്ഞിരിക്കും. പക്ഷേ കേട്ടത് ഞാനിപ്പം 30 വർഷത്തിന് ഇപ്പുറമാണ് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എനിക്ക് കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി ഉണ്ടോ, നമ്മൾ ദൈവത്തിനോട് മണിക്കൂറുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ആ ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ഒരു മറയുമില്ലാതെ കേൾക്കുമെന്നാണ്. ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, ആക്രമിക്കപ്പെടുന്നവൻ്റെ വേദന അത് ഏത് മതമായിക്കോട്ടെ ദൈവം ഡയറക്റ്റ് കേൾക്കും. എന്നിട്ട് ആരാണോ ആക്രമിക്കുന്നത് അവരെ ദൈവം തിരിച്ചടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഭയം ദൈവം തരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. മുസ്ലിമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, പക്ഷേ ഏറെ കഷ്ടപ്പാടുമാണ്. ആ കഷ്ടപ്പാട് എന്താ പറയുക? സത്യവും നീതിയും ധർമ്മവും ഒക്കെ കൂടെ കൊണ്ടു നടക്കണം. അത് ഇപ്പോഴത്തെ കാലത്ത് ബിസിനസ്സിൽ ആരൊക്കെയാണ് കൂടെ കൊണ്ടു നടക്കുന്നത്? ബുദ്ധിമുട്ടാണ്. ഈ റോഡ് സൈഡിലൂടെ ഞാൻ പോകുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ രാത്രി വീടില്ലാതെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്ത് സമ്പന്നരായ എത്ര എൻ്റെ മതവിശ്വാസികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞാനടക്കമുള്ള ആൾക്കാർ ബാധ്യസ്ഥരല്ലേ അവർക്ക് കിടപ്പാടം കൊടുക്കാൻ. അപ്പോൾ ഒരു വിശ്വാസിയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ദൈവം എന്നോട് ചോദിക്കും തീർച്ചയായും. ഈ പ്രത്യേകിച്ച് ഗൾഫുകാർക്കൊക്കെ ഇഷ്ടം പോലെ ഭൂമി അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവും, തരിശു ഭൂമിയായിട്ട്. പക്ഷേ ഒരു സെൻറ്റ് സ്ഥലമില്ലാതെ ഇവിടെ റോഡ് സൈഡിൽ കിടക്കുന്ന ഇവൻ്റെ കരച്ചിൽ. ഒരു കുട്ടി ഒരിക്കൽ പറയുന്നുണ്ട്, അച്ഛൻ്റെ അമ്മൻ്റെ കൂടെ ഒരു ടൗണിൽ പെടുകയാണ്. രാത്രി കിടക്കാൻ ഇടമില്ല, കാശില്ല. അങ്ങനെ കുട്ടിക്ക് കിടപ്പാടില്ലാതെ, കുട്ടിക്ക് ഭയങ്കര ദൈവവിശ്വാസമാണ്, ദൈവത്തിനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, അമ്മയോടും അച്ഛനോടും. അപ്പോൾ ദൈവത്തിനോടുള്ള ഇഷ്ടം അത്രയേറെ കുട്ടിയിൽ ഇവർ നിക്ഷേപിക്കുന്നുണ്ട്, അച്ഛനമ്മമാർ. അങ്ങനെ ഈ കുട്ടി ദൈവത്തിൻ്റെ വീട്ടിൽ പോവാം, അതായത് ആ ടൗണിലുള്ള ഒരു അമ്പലത്തിൽ പോവാം. ദൈവമേ എനിക്കിവിടെ നിന്ന് കിടന്നുറങ്ങാൻ സ്ഥലം. സെക്യൂരിറ്റി ആ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്. പള്ളിയുടെ മുമ്പ് പോവാണ്. പള്ളിയും, കാരണം അവൻ്റെ സുഹൃത്തുക്കളുടെ ദൈവമാണ് പള്ളിയിലിരിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ പോയി ചോദിക്കുകയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ റെക്കമെൻഡേഷൻ, വാതിൽ തുറക്കുക. വാതിൽ കൊട്ടിയടച്ചു. ക്രിസ്ത്യൻ പള്ളിയിൽ പോയി, മറ്റൊരു സുഹൃത്തിൻ്റെ ദൈവമാണ്, അവിടെയും കൊട്ടിയടച്ചു. അന്ന് മുതൽ ഇവൻ്റെ ശത്രുവായി ദൈവം. കാരണം എനിക്ക് അഭയം തരാത്ത, എത്രമേൽ
ഈ പിന്നെ പാർപ്പിടങ്ങൾ ദൈവത്തിനുണ്ട്. എത്രമേൽ പാർപ്പിടങ്ങളുള്ള ദൈവമേ, എനിക്കൊരു രാത്രിക്ക് കിടന്നുറങ്ങാൻ പാർപ്പിടം തരാത്ത അങ്ങ് ദയാലുവല്ലല്ലോ എന്ന് കുട്ടി ചോദിക്കുന്നുണ്ട്. കുട്ടിയുടെ മനസ്സാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മളെല്ലാം നാളെ ദൈവത്തിനോട് ഉത്തരം മറുപടി പറയണം. ഇത്രമേൽ, അതായത് മുസ്ലിങ്ങളുടെ വിശ്വാസം 2% സക്കാത്ത് കൊടുക്കണം, ധർമ്മം കൊടുക്കണം, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ കിടക്കുന്നതിന് ഉത്തരം പറയണം. കാരണം അത്രമേൽ ഭൂമി നമ്മളൊക്കെ റേഷ്യ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്നെപ്പോലുള്ള, ശരിക്കും എൻ്റെയൊക്കെ സ്ട്രെസ് എന്ന് പറയുന്നത് അതാണ്. വേറെ സ്ട്രെസ്സുകളൊന്നുമില്ല. ബിസിനസ് അല്ല ചിന്തകളാണ്. നാളെ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ എന്ത് ഉത്തരം പറയും? അനാഥനായ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് നീ നിൻ്റെ കുട്ടിയെ താലോലിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അത് കുട്ടി ആ ഒരു കഥ മാത്രമല്ല, അതുപോലെ ഏതൊരു കഷ്ടപ്പെടുന്നവൻ്റെ മുമ്പിൽ നമ്മൾ, കാശിന് ഒത്തിരി ടൈറ്റുള്ള ഒരാളെ മുമ്പിൽ നമ്മൾ വാളറ്റ് തുറക്കാൻ പാടില്ല, നമ്മളെ കാശ് കാണിക്കാൻ പാടില്ല. ഞാൻ 3 പ്രാവശ്യം റോൾസ് റോയ്സ് കാർ വാങ്ങാൻ പോയാൽ 3 പ്രാവശ്യം ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ തിരിച്ചു പോരും. ഞാൻ കുറേയൊക്കെ നമ്മൾ ആർഭാടങ്ങൾ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ കുറേ എണ്ണത്തിന് നമ്മൾ വേദന കൊണ്ട് തിരിച്ചു പോരും. നമ്മൾ എന്ത് കരുതും, അതിൽ കുറച്ച് കാശ് എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. ചോദിക്കാൻ വേണ്ട, എനിക്കറിയാം ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പിന്നെ ആർഭാടങ്ങളിലോ ഇതിലൊന്നും എഗൻസ്റ്റ് അല്ല. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും അതൊരു പക്ഷേ എൻ്റെ പിതാവ് എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ പാകിയ വിത്തായിരിക്കാം ഈ മൂല്യങ്ങളുടെ വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് കുഞ്ഞബ്ദുള്ള ഹാജി, അദ്ദേഹം അതിനോട് ഒരിക്കലും ഒരു റോട്ടറി ക്ലബ്ബിലെ ഒരു പിന്നെ ആൾ ചോദിക്കുന്നുണ്ട്, ഒരു പ്രസിഡൻറ്റ് ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊരു വീട് കൊടുത്തപ്പോൾ അച്ഛൻ, എൻ്റെ പിതാവായിരുന്നു, വാപ്പയായിരുന്നു പോയിട്ട് ഇത് കൊടുത്തത്, താക്കോൽ കൊടുത്തത്. അപ്പം നിങ്ങളെന്താ മക്കളുടെ കൂടെ ദുബായിൽ പോയി നിൽക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ അവിടെ പോയിരുന്നാൽ എൻ്റെ നാട്ടുകാർക്കാരുണ്ട്, അവർക്ക് രാവിലെ വന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ വേറെ ആരുമില്ല, എൻ്റെ നാട്ടുകാർക്ക് ആരുമില്ല, അതുകൊണ്ട് നാട്ടുകാരുടെ ഒരു വാപ്പയായിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ ഈ റോട്ടറിൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞതല്ല, ഇനി ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഉപ്പയോട് ചോദിച്ചത്, അപ്പോൾ എനിക്ക് കാറിന് ചാടി മരിക്കണം, ഞാൻ ചാടി മരിക്കട്ടെ എന്ന് തോന്നിപ്പോയി. കാരണം ഞാനൊക്കെ എത്ര സ്വാർത്ഥനാണ്, നമ്മളൊക്കെ എത്ര ചെറുതാണ്. അത്രയും വിശാലമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ മകൻ ഇത്ര വേദനപ്പെടാനുള്ള കാരണം അതായിരിക്കും. അതല്ലാണ്ട് നമുക്ക് ആർഭാടത്തോടൊന്നുള്ള വെറുപ്പൊന്നുമില്ല. ഇഷ്ടമായി ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാൻ നിരവധി ആൾക്കാർ ഇന്ന് ആഗ്രഹിക്കുന്ന കാലമാണ്. താങ്കളുടെ അനുഭവ സമ്പത്ത് വെച്ച് സംരംഭത്തിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതായത് മിസ്റ്റേക്സ്, ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ നെഗറ്റീവ് പറഞ്ഞ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഞാൻ സഹീർ സ്റ്റോറീസിൽ കുറേ വീഡിയോ നെഗറ്റീവ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല കച്ചവടക്കാരനെ അത് ഏറ്റവും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ടൈം ലൈൻ വെച്ച് നിർത്തുന്നവനാണ്. ടൈം ലൈൻ വെച്ചിട്ട് നിർത്തണം, പൊടുന്നനെ നിർത്താന്നല്ല. ഫോർകാസ്റ്റ് ചെയ്യുക, ഞാൻ ഇതിൽ 5 ലക്ഷം കൂടി മുടക്കും, ആ മുടക്കിയിട്ട് എനിക്ക് അത് ഗോൾ അച്ചീവ് ചെയ്യണം. ഈ 5 ലക്ഷവും 10 ലക്ഷവും 15 ലക്ഷവും 20 ലക്ഷവും കടപ്പാടവും പിന്നെ സമാധാനം ഇല്ലാത്തൊരു ജീവിതം എന്ന് വെച്ചിട്ട് ഇത് വേറൊരു കച്ചവടമായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞത്. ഞാനൊക്കെ എത്ര കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട്, വിരലിൽ നിന്നാവുന്ന കച്ചവടങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഒരു കച്ചവടക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ നിന്ന് വരും, അത് റീഇൻവെസ്റ്റ് ചെയ്യൽ തന്നെയാണ് പ്രശ്നം. ഒരു ROI കിട്ടുന്ന ഒരു ബിസിനസ്സിലേക്ക്. അപ്പോൾ മലയാളികളൊക്കെ പിന്നെ പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കഷ്ടപ്പെടുകയാണ്. ആൾക്കാരെ പറ്റിക്കുന്നവരൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ പറ്റിച്ചു പോകുന്നുണ്ട്. അപ്പം ഞാൻ കച്ചവടക്കാരോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഷനേറ്റായിട്ട് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങാം. പക്ഷേ ലോസ് കുന്നുകൂടുമ്പോൾ അത് പാഷനേറ്റായിട്ട് കൊണ്ട് നടക്കരുത്. അപ്പോൾ പാഷൻ ഒഴിവാക്കണം, എക്സിറ്റ് ചെയ്യണം. ഞാൻ പലരും ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, വാട്ട്സ് യുവർ എക്സിറ്റ് പ്ലാൻ? അയ്യോ, അതാരും ഇതുവരെ ചോദിച്ചിട്ടില്ല, സാറ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറയും. നമ്മൾ എക്സിറ്റ് പ്ലാനായിട്ട് വാ. അപ്പോൾ നമ്മൾ വീടൊന്നായിട്ട് കത്തുമ്പോൾ നമ്മൾ ഏറ്റവും എന്തൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നല്ലോ. അപ്പോൾ അത് കച്ചവടത്തിൽ നോക്കണം. എക്സിറ്റ് പ്ലാൻ ഉള്ളത് ബിസിനസ് P&L അക്കൗണ്ടാണല്ലോ, എല്ലാവരും P മാത്രമേ കാണുള്ളൂ, L കാണില്ല. ലോസും നമ്മൾ മനസ്സിൽ കാണണം എന്നുള്ളത്. ലോസ് കുന്നുകൂടി കഴിഞ്ഞാൽ എക്സിറ്റും, ഇത് രണ്ടും കാണും. മൂല്യങ്ങൾക്ക് എത്ര പ്രാധാന്യമുണ്ട്? മൂല്യങ്ങളുണ്ടെങ്കിൽ ബിസിനസ്സിൽ വിജയസാധ്യത ഒരുപാട് കൂടുതലാണ്. കാരണം ആ മൂല്യങ്ങൾ ദൈവം, ഞാൻ പറയലേ, ഇടയ്ക്ക് നമ്മൾ കുഴങ്ങുന്ന സമയത്ത് ദൈവത്തിനോടൊരു അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ മൂല്യങ്ങളുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ.
അതല്ലെങ്കിൽ ചുമ്മാ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. എല്ലാം തികഞ്ഞവൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പാതി ദൈവം പാതിയാണ്. പക്ഷെ ഞാൻ പാതിയാകുമ്പോൾ ദൈവത്തിൻ്റെ കിടക്കുന്ന പാതിയിൽ മൂല്യങ്ങളുണ്ട്. അപ്പോൾ നിൻ്റെ പാതിയിലും നീ മൂല്യങ്ങൾ വെക്കുക എന്നുള്ളത്. മൂല്യങ്ങളാണ്, ട്രാൻസ്പെറൻസിയാണ്, എല്ലാം ട്രാൻസ്പെറൻസ്. ഒരു ഹിഡൻ പരിപാടികളും പാടില്ല. കച്ചവടം എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട്, കച്ചവടം ഒരു യുദ്ധം കണക്കാണ്. കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു യുദ്ധഭൂമിയിലാണ്. യുദ്ധഭൂമിയിൽ ശരിക്ക് പിന്നെ എല്ലാവർക്കും ഒരേ പ്രാധാന്യമാണ്. അപ്പം നമ്മളെ രഥത്തിൻ്റെ ചക്രം ഒന്ന് ലൂസായാൽ അതിൽ കൈവിരലിട്ടുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കോർ ടീമിൻ്റെ നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, അപ്പം ഞാൻ എപ്പോഴും പറയാം, ബിസിനസ്സിൽ നിങ്ങൾ ലൊക്കേഷൻ നോക്കിക്കോ, ലേബലോ എല്ലാം നോക്കിക്കോ, പക്ഷേ നിങ്ങൾ കോർ ടീമിനെ ബിൽഡ് ചെയ്യണം. ആ കോർ ടീമിലാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആവണം. ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോർ ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റൂ. അവർ നിങ്ങളെ വിശ്വസിക്കൂ. അതെ, അവർ വിശ്വസിക്കുള്ളൂ. അപ്പോൾ കോർ ടീമിനെ ബിൽഡ് ചെയ്യൽ തന്നെയാണ്. പിന്നെ ഞാൻ വേറൊന്ന് പറയാറുണ്ട്, എല്ലാവരും വിചാരം എന്താണെന്ന് അറിയാം, എൻ്റെ ടീം, സെയിൽസ് ടീം ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ടീം, എല്ലാം സെപ്പറേറ്റ് ടീംസ് ഉണ്ടാവും. ഇതൊക്കെ ഫങ്ഷനിങ് ആണ് എന്നാണ് ഇവരെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ 90% ടീമും ഫങ്ഷനിങ് അല്ല. അത് മുതലാളിക്ക് അറിയില്ല, ഈ എൻ്റർപ്രണർക്ക് അറിയില്ല. ഈ ഓൺടർപ്രണർ വരുന്നത് എൻ്റെ ടീം ഫങ്ഷനിങ് ആണെന്നാണ്. എന്താണെന്ന് പറയുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു സോപ്പ് ഫാക്ടറി, ഒരു ഭാഗത്ത് സോപ്പിൻ്റെ റോ മെറ്റീരിയൽ വെക്കുന്നു, മറ്റൊരു ഭാഗത്ത് സോപ്പ് നല്ല പ്രൊഡക്റ്റ് വരുന്നു, നല്ല പാക്കിങ്ങിൽ വരുന്നു. ഇത് സങ്കല്പിച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഫങ്ഷനിങ് നടക്കുന്നുണ്ട്, ഒരുപാട് ഫങ്ഷനിങ്. ഇതിലേതെങ്കിലും ഒന്ന് ഡിസ്ഫങ്ഷൻ ചെയ്താൽ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുമോ? കിട്ടില്ലല്ലോ, ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാവും. ഈ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇതേമാതിരി കാണാൻ പറ്റില്ല. അത് നമുക്ക് MIS റിപ്പോർട്ടിലൂടെയാണ് വരിക. തീർച്ചയായിട്ടും MIS റിപ്പോർട്ടൊക്കെ എത്ര കച്ചവടക്കാർക്കുണ്ട്? എല്ലാവരും പറയും P&L. ഒരു ഫിനാൻസിൻ്റെ പണി എന്താ അറിയോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി തരലല്ല, എന്തുകൊണ്ട് ലോസ് ഉണ്ടായി, അതിന് ഇന്ന കാര്യങ്ങൾ ചത്തവൻ്റെ ജാതകം എടുത്ത് തരുന്നവനല്ല ഫിനാൻസിൻ്റെ അക്കൗണ്ടന്റ്. അത് എങ്ങനെ വരുന്നു എന്നുള്ള കാരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ട് അവിടെ കറക്റ്റ് തിരുത്താം എന്നുള്ളതാണ്. അങ്ങനെ തിരുത്തുന്ന ഒരു ടീമിൻ്റെ പേരാണ് ഫങ്ഷനിങ് ടീം. 5 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീം ഫങ്ഷനിങ് ആണോ ഡിസ്ഫങ്ഷനിങ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ഞാൻ പറയും, ഞാനൊരു സ്കാനിങ് മെഷീൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ടീമിനെ മൊത്തം വിളിച്ചിരുത്തി ആ സ്കാനിങ് മെഷീനിലേക്ക് കയറിക്കോ എന്ന് പറയും. സാറേ സ്കാനിങ് മെഷീൻ അല്ല, ഞാൻ പറഞ്ഞ 5 ചോദ്യമാണ് സ്കാനിങ് മെഷീൻ. ഒന്നാമത്തേത് ട്രസ്റ്റാണ്. നിങ്ങൾ പരസ്പരം വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, ടീം കംപ്ലീറ്റ്. നെഗറ്റീവാണ് ആൻസർ എങ്കിൽ നിങ്ങൾ ഡിസ്ഫങ്ഷൻ ടീമിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തത്, നിങ്ങൾ ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ടീം ഒരു 10 പേരുണ്ടാവും. അപ്പം അതിലൊരു ടീം ക്യാപ്റ്റൻ പറയാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കണം എന്ന് പറയും. അപ്പോൾ അവിടെ ഇരിക്കുന്ന അവനറിയാം പടിഞ്ഞാറോട്ട് പോയിട്ട് കാര്യമില്ല, അത് നേരെ സ്ട്രെയിറ്റ് പോകണം, അല്ലെങ്കിൽ മറ്റൊരു ദിക്കിലേക്ക് പോകണം, എന്നാലേ ലക്ഷ്യം എത്തുമെന്ന് ഇവനറിയാം. പക്ഷെ അവൻ മിണ്ടില്ല. എന്താണെന്നറിയോ? ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ്. ഈ ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ് എന്നാൽ ഞാനൊരു എതിരഭിപ്രായം പറഞ്ഞിട്ട് ഒരു ഉപദ്രവമാവണ്ട, ഈ ടീമിൻ്റെ ലീഡർക്കൊരു ബുദ്ധിമുട്ടാണ്ട, മാത്രമല്ല എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരുപാടുണ്ട്, ഇവർക്കൊക്കെ ഒരു വേണ്ട, ഞാൻ മിണ്ടാതിരിക്കാം. അവനത് ചെയ്യാൻ കാരണം അവന് ഇവരാരെയും വിശ്വാസമില്ല. ഓക്കെ, ആദ്യത്തെ ട്രസ്റ്റ് പോയപ്പം എന്തായി? ഫിയർ ഓഫ് കോൺഫ്ലിക്റ്റ് വന്നു. പിന്നെ മൂന്നാമത്തത് ഇതാണ് കമ്മിറ്റ്മെൻറ്റ്. നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ കമ്പനിയിലേക്കെന്ന്? അതായത് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് അത് ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം. അതെങ്ങനെയാണ് വരിക എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു, ചർച്ച ചെയ്തിട്ടാണ് ഒരു കാര്യങ്ങൾ തീരുമാനം. അവിടെ ഫിയർ ഇല്ലെങ്കിൽ തീർച്ചയായും എല്ലാവരും ചർച്ചയിൽ ഭാഗമാവും. നമ്മളെല്ലാവരും ചർച്ചയിൽ ഭാഗമായിട്ട് നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും കമ്മിറ്റഡ് ആയിക്കോല്ലേ? സ്വാഭാവികം. പക്ഷേ നിങ്ങളുടെ വാക്ക് കേൾക്കാതെ അച്ഛനും അമ്മയും സഹോദരനും കൂടി ചേർന്നിട്ട് വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നു, നിങ്ങളെ വാക്കൊന്നും കേട്ടില്ല, നിങ്ങളുടെ അഭിപ്രായവും പറഞ്ഞില്ല, അതിൽ എത്രത്തോളം നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും? നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. കല്യാണം പരിപാടിയൊക്കെ അങ്ങനെ നയിക്കും. എന്തേ മിസ്റ്റേക്ക് ഒന്നും ഞാൻ അന്നപ്പോ പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതെന്താ നിങ്ങൾ ചെയ്യാൻ കാരണം? നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ല. മറ്റത് രണ്ടാമത്തും പോയി, മൂന്നാമത്തും പോയി. നാലാമത്തത് ഈ അക്കൗണ്ടബിലിറ്റി ചെയ്യുന്ന ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്നുള്ള, അതും നെഗറ്റീവ് ആണെങ്കിൽ ഫങ്ഷനിങ് അല്ല. 5ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, എൻഡ് റിസൾട്ടിൽ നിങ്ങൾക്ക് വേദന ഉണ്ടോ?
അതായത് ഇന്ന് 30-ാം തീയതി 25-ാം തീയതിയാണ്, എൻ്റെ ടാർഗറ്റ് 30 ലക്ഷമാണ്, ഇന്ന് 10 ലക്ഷം ആയിട്ടുള്ളൂ. ഉറക്കം വരരുത്. അതാണ് കമ്മിറ്റ്മെന്റ്. അതാണ്, അവന് ഉറക്കം വരാൻ പാടില്ല. അവൻ എനിക്ക് സാലറിൻ്റെ ക്യാഹെ എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അവൻ ഫങ്ഷനിങ്. അപ്പം ഇത്രയും ചോദിച്ചപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നോട് പറയണ്ട, നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്യുക. ഓരോന്നിനും കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു എംപ്ലോയി, ഒരു ടീം മെമ്പർ, ഞാൻ എംപ്ലോയി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, ഒരു ടീം മെമ്പർ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളാണ് ലീഡർ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ടേബിള്. അപ്പം ഞാനിങ്ങനെ കാണാൻ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഗ്ലാസ് വെള്ളം താഴേക്ക് ഇങ്ങനെ ജർക്ക് ചെയ്ത് വീഴാണ്. അപ്പം അത് പെട്ടെന്ന് എനിക്ക് തടയാം, അത് താഴെ വീണ് പൊട്ടില്ല. ഞാനത് തടഞ്ഞില്ല, അത് താഴെ വീണ് പൊട്ടി. നിങ്ങൾ നല്ലൊരു ടീം മെമ്പറാണ്, നിങ്ങൾ എന്താ ചെയ്യുക, മുകളിലേക്ക് മെയിലയക്കും, ഗ്ലാസ് പൊട്ടി 30 കഷ്ണങ്ങളായി, വെള്ളം സ്പ്ലിറ്റ് ചെയ്തു, അത് മറ്റേ ആൾ വന്ന് തുടച്ചു, ആ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളെ പറ്റി എല്ലാവരും എന്താ പറയുക, നല്ല എംപ്ലോയിട്ടാണ്, സൂപ്പറായിട്ട് അദ്ദേഹം അത് അവിടെ പ്രസൻറ്റ് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ റിപ്പോർട്ട് MIS റിപ്പോർട്ട് അവിടെ പോയി. എൻ്റെ കാര്യം എന്താ, ഞാൻ എന്തുകൊണ്ട് തടഞ്ഞില്ല? കാരണം സപ്പോസ് ഞാനത് തടയുന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയാണ് വീണെങ്കിൽ നിങ്ങളെ മെയിലിൽ ഒരു സെൻറ്റൻസ് വരും, ഇത് മിസ്റ്റർ സഹീറാണ് പൊട്ടിച്ചത്. അല്ലേ, ഞാനല്ലേ പൊട്ടിച്ചത്, എൻ്റെ കൈ തട്ടിയിട്ടല്ലേ വീണത്, മറ്റൊന്നും ആരും കാണുന്നില്ല, ഞാനേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു റെസ്പോൺസിബിൾ കമ്മിറ്റഡ് ആളാണെങ്കിൽ, അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ ഞാനത് തടയും. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. തടഞ്ഞിട്ട് എൻ്റെ കൈ തട്ടിയാണ് വീണതെങ്കിലും നിങ്ങളത് റിപ്പോർട്ട് എങ്ങനെയാണ്, എൻ്റെ പേര് വെക്കില്ല. ഇനി എൻ്റെ പേര് വെച്ച് കഴിഞ്ഞാലും മുതലാളിക്ക് പ്രശ്നമില്ല. അപ്പോൾ ട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മനോഭാവം എന്താ, വീണട്ടെ പൊട്ടട്ടെ, എനിക്കെന്താ എൻ്റെ റിസൾട്ടിന് എനിക്ക് ഇങ്ങനത്തെ മെമ്പേഴ്സായിരിക്കും ഒരുവിധം എല്ലാ ടീമിലും. അവരാണ് സ്ഥാപനം നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര കാശ് ചിലവാക്കി, എത്ര മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ടീം നന്നാവത്തോളം കാലം ഒരു കച്ചവടവും നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ കച്ചവടം മോശമുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ടീമിനെ സ്കാൻ ചെയ്യും. ഞാനിത് ഫ്രീ ആയിട്ട് പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി. ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ 5 ഡിസ്ഫങ്ഷനിങ്സ് എവിടെ ഗൂഗിൾ ചെയ്താലും കിട്ടും. 5 ഡിസ്ഫങ്ഷനിങ് ഓഫ് എ ടീം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് കുറേ ടീമുണ്ടെങ്കിൽ അതിൽ ടീമിലൊക്കെ ഒരു നല്ല മെമ്പർ ഉണ്ടാവും. അയാളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരിക, അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അയാൾ ടീമിൻ്റെ ഭാഗമാക്കുക, അയാൾ കോർ ടീം മെമ്പർ ആയിരിക്കും. നിങ്ങൾക്കറിയോ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ അറിയോ, എൻ്റെ മകനാണെങ്കിൽ അവൻ UK പോയിട്ട് പഠിച്ച് വരികയെന്ന് വിചാരിച്ചു. പഠിച്ചു വന്നിട്ട് എൻ്റെ ഈ ഒരു വ്യവസ്ഥാപിതമായ സ്ഥാപനത്തിലേക്ക് ഞാൻ അവനെ ഇരുത്തി കഴിഞ്ഞാൽ അവൻ നാളെ വന്നിട്ട് പറയും, ഓൾ ദിസ് ഫെലോസ് വാട്ട് ദേ ആർ ഡൂയിങ്, എന്നിട്ട് ഭയങ്കര ഇംഗ്ലീഷൊക്കെ ചാമ്പിയിട്ട്. അപ്പം എൻ്റെ ഇത്രയും കാലം എൻ്റെ സ്ഥാപനത്തിലിരിക്കുന്ന കോയക്ക അല്ലെങ്കിൽ രാഘവേട്ടൻ, അപ്പോൾ രാഘവേട്ടന് കച്ചവടം ചെയ്യാൻ അറിയാം, പക്ഷെ ഇവൻ്റെ UK ആക്സന്റും ഇംഗ്ലീഷൊന്നും അറിയില്ല, ആ UK സിസ്റ്റം അറിയില്ല, SOP അറിയില്ല, പിന്നെ പ്രോട്ടോക്കോൾ അറിയില്ല, ഒന്നും അറിയില്ല. നാടൻ കച്ചവടക്കാരനാണ്, പക്ഷെ കമ്പനി ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പം ദിസ് ഓൾഡ് ഫെലോ ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മൈ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയിട്ട് അവനെ എടുന്ന് ഒഴിവാക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ഒഴിവാകും, മാനേജ്മെൻറ്റ് പ്രഷർ വരുമ്പോൾ ഒഴിവാകും. അപ്പം ഈ കുട്ടീനെ സംബന്ധിച്ച് ഇവൻ നല്ല കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ട്രെയിനിങ് കിട്ടിയിട്ട് UK വന്നിരിക്കുന്ന ആളാണ്. ഇവൻ പറയുന്നത് ഇവൻ്റെ അടുത്ത് ന്യായമുണ്ട്, അല്ലേ, ന്യായമുണ്ടല്ലോ. അങ്ങനെ ഇവർക്ക് 100ഓളം ഔട്ട്ലെറ്റുള്ള കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 ഔട്ട്ലെറ്റുള്ള കമ്പനി ആണെങ്കിൽ, ആ കമ്പനിയിൽ എംപ്ലോയി എന്താ പറയാന്നറിയോ, നമ്മളെ കുമാരേട്ടനാ ഒഴിവാക്കിയ ആളാണ്, എനിക്കിപ്പോൾ കമ്പനീനോട് ഒരു മതിപ്പുമില്ല, വേണ്ട, വയ്യാണ്ടായി, കോയക്കാനെ ഒഴിവാക്കിയില്ലേ, ഇവനെന്തൊരു ദുഷ്ടനായ മുതലാളിയാണ്, ഈ മുതലാളി ഉണ്ടാക്കിയതൊക്കെ ഇവൻ നശിപ്പിക്കിട്ടോ എന്നൊരു സംഭവം പറയും. പിന്നെ കസ്റ്റമറൊക്കെ വന്ന ക്യാഹെ മനോഭാവം മാറി. ഇങ്ങനെ നശിച്ചുപോയ എത്ര കമ്പനി ഉണ്ടെന്ന് അറിയാം, സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് ആരോ വഴി വെട്ടിയിരിക്കുന്ന ഒരു റൂട്ടിലൂടെ പോവുകയാണ് കച്ചവടക്കാരെല്ലാം. നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമാണ്. ആ ടീമിനെ നിങ്ങൾ കോർ ടീമായിട്ട് ബിൽഡ് ചെയ്ത്, നിങ്ങളൊരു മാസത്തിൽ 1 ലക്ഷം വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു അഡീഷണൽ ആയിരുന്ന ഒരു 10% എടുത്തിട്ട് വീതിച്ച് കൊടുക്കുക. ഇതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയൊന്നുമല്ല, അവരായിരിക്കും പിന്നെ ആ എംപ്ലോയിയുടെ ഭാര്യയായിരിക്കും നമുക്ക് വേണ്ടി വാദിക്കാൻ. ഈ കച്ചവടത്തിൻ്റെ നിലവിൽ അവൻ്റെ അമ്മയായിരിക്കും, അവൻ്റെ അച്ഛനായിരിക്കും നമ്മളെ കച്ചവടത്തിൻ്റെ പിന്നെ അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ മക്കളോട് പറയാം,
ബിസിനസ് പഠിച്ചു തന്നല്ലേ, നിങ്ങൾക്ക് കാശ് തരാം, നീ ഒരു ബിസിനസ് ചെയ്യ്, ഒരു ഐഡിയ, പുതിയ ഇന്നോവേറ്റീവ് ബിസിനസ് ചെയ്യ്. അങ്ങനെ ആയിരിക്കണം ശരിക്കും ഈ പണക്കാരായ മുതലാളിമാർ ചെയ്യേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. സഹീർ ഭായ്, തിരിഞ്ഞു നോക്കുമ്പോൾ നേടിയ വിജയങ്ങളോട് നന്ദിയും കടപ്പാടും ആരോടാണ്? ഒന്ന് പോറ്റി വളർത്തിയ മാതാപിതാക്കളോട്, കൂടെ നിന്ന സഹോദരന്മാരോട്, ടീം മെമ്പേഴ്സിനോട്, ആദ്യവും അവസാനവും ഏറ്റവും ദൈവത്തിനോട്, ഏറ്റവും വലിയ സഹായം ചെയ്ത ദൈവത്തിനോട്. മനസ്സിൽ ഞാനിപ്പോൾ 52 വയസ്സായി. ഞാനറിയാം എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി ജീവിക്കുക, കച്ചവടത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക, പക്ഷേ സമാധാനമായി ജീവിക്കുക. ഇതെൻ്റെ ലൈഫ് റുട്ടീനാണ്. നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുക, റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നല്ല, ചെയ്യുന്ന കച്ചവടം വളരെ പ്രോപ്പറായിട്ട് ചെയ്തു പോവുക. അപ്പോൾ ഞാൻ എപ്പോഴും റിട്ടയർമെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയും, ഞാനിപ്പോൾ 52 എനിക്കൊരു യു ടേൺ അടിച്ച് കഴിഞ്ഞാൽ 25-ലെത്തും. ഹൗ ടു മേക്ക് എ യു ടേൺ ഇൻ യുവർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ലൈഫ്, അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ വ്യായാമം, കൃത്യമായ പുസ്തക വായന, കുടുംബങ്ങളൊക്കെ വിളിക്കുക, സന്തോഷിക്കുക, അവരുടെ ഇതിൽ പങ്കെടുക്കുക, ബിസിനസ് അതിൻ്റെ വഴിക്ക് നടക്കുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സൊന്നും തലയിൽ വെക്കാതിരിക്കുക, ചെറുപ്പമാവുക. ഞാൻ പറയില്ലേ, ഒരാൾക്ക് എന്ത് വേണം? സമാധാനത്തിൽ. ഞാൻ പറയില്ലേ, ഒരു പാലിയേറ്റീവിൽ പോയപ്പം ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിൻ്റെ ഒരു ഇൻസ്ട്രക്ടർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ മരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും ചോദിക്കണ്ടേ? നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവും, ഒരു ദിവസം മരിക്കണ്ടേ? തീർച്ചയായിട്ടും. എങ്ങനെ മരിക്കാനാണ് നിങ്ങൾ ആഗ്രഹം? ഒരു വലിയ ക്യൂവിൽ എവിടെയോ നമ്മൾ നിൽപ്പുണ്ട്, എപ്പോഴാണ് നമ്മുടെ ടേൺ എന്നറിയില്ല നമുക്ക്. അപ്പോഴാണ് അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി ചോദ്യം കേട്ടപ്പോൾ നമുക്ക് തരിച്ചു നിന്നുപോയി, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്ന്. അപ്പം പറഞ്ഞു, ഒരു ഏറ്റവും നല്ല മരണം അദ്ദേഹം പറഞ്ഞത്, 2 ദിവസം കൊണ്ട് മരിക്കും എന്നുള്ള വിവരം കിട്ടുക, എല്ലാ കുടുംബക്കാരോടും യാത്ര പറയുക, സീ യു ദേർ എന്ന് പറയുക, സമാധാനപരമായി കിടക്കരുത്. കിടന്നു കഴിഞ്ഞാൽ ബാധ്യതയാണ്, ഭയങ്കര ബാധ്യതയാണ്. നമുക്ക് എത്ര സംബന്ധം ഉണ്ടായാലും കാര്യമില്ല, എത്ര പണമുണ്ട് ഉണ്ടെങ്കിലും. മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാൾക്കും, അതായത് പ്രവാചകൻ്റെ ഒരു കഥയുണ്ട്. പ്രവാചകൻ പറഞ്ഞാൽ പോകുന്ന ആളെ സ്വർഗത്തിലാണ്, ഉറപ്പാണ്. അപ്പം ബാക്കി എല്ലാവരും ചോദിച്ചു, ഞങ്ങൾക്കും അത് കിട്ടണം, ഹൗ ടു അച്ചീവ് എന്ന് ചോദിച്ചു. നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകനോട് പഠിക്കാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന നമസ്കാരം, നോമ്പ് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹവും ചെയ്യുന്നത്. അപ്പം പ്രവാചകൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, സ്പെഷ്യലി വാട്ട് ഹി ഈസ് ഡൂയിങ്. ഒന്നും കൂടി വീണ്ടും പോയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അന്വേഷിച്ചിട്ട് അപ്പം ഒരു അതിഥീൻ്റെ വീട്ടിൽ പോയി. ഇയാളെ വീട്ടിൽ അതിഥിയായിട്ട് പോകും, ഈ അനുചരന്മാരെല്ലാം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ അതിഥിയായിട്ട് പോകുന്നത്. അങ്ങനെയാണ് കഥ. അതിഥിയായിട്ട് പോയി കഴിഞ്ഞാൽ 3 ദിവസം വരെ നീ എന്തിനു വന്നു എന്ന് ചോദിക്കാൻ പാടില്ല. ഇസ്ലാമിലെ വിശ്വാസപ്രകാരം 3 ദിവസം വരെ നീ എന്തിന് എൻ്റെ വീട്ടിൽ വന്നു, അതിഥിയായിട്ട് 3 ദിവസം തങ്ങാം, അതാണ്. 4-ാമത്തെ ദിവസം ചോദിച്ചു, നീ എന്തിനു വന്നു? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിലായിരിക്കും, എന്താണ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ രാത്രിയും കിടന്നുറങ്ങുമ്പോൾ ഒരാളോടും ഒരു പകയോ വിദ്വേഷമോ ഒരു കുശുമ്പോ കുഞ്ഞായ്മോ ഒന്നും മനസ്സിൽ വെക്കുന്നില്ല, ക്ലീൻ പേപ്പറായിട്ടാണ് ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത്. അപ്പം ഇവരെല്ലാം പ്രവാചകൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അതാണ് കാരണം. നമുക്ക് സമാധാനപരമായിട്ട് മരിക്കണമെങ്കിൽ എല്ലാ ദിവസവും അന്നത്തെ രാത്രി ക്ലീൻ പേപ്പറായിട്ട്, ഒരു ബ്ലാക്ക് ഡോട്ട് പോലും ഇല്ലാതെ ക്ലീൻ പേപ്പറായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനും ധനാഢ്യനും. പേപ്പർ ക്ലിയറാക്കി പോയി കഴിഞ്ഞാൽ ദൈവത്തിനോട് കൂടുതൽ നമുക്ക് സമാധാനം പറയാമെന്ന് ചോദ്യത്തിന് നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ടും വാല്യൂ മനസ്സിലും ചിന്തയിലും. വാട്ട് യു ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു തിങ്ക്, വാട്ട് ഈസ് യുവർ ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു ഈറ്റ് എന്നാണല്ലോ. അതെ, വാട്ട് യു ഈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചു കയറി തിന്നണ്ട എന്നല്ല. IgG എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഈ IgG ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കുറേ ഭക്ഷണങ്ങൾ റെഗുലർ നോർമൽ ഭക്ഷണമായിരിക്കും, മിൽക്ക് ആയിരിക്കാം, എഗ് ആയിരിക്കാം, ഇതൊക്കെ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ബോഡിയിൽ. അതൊരു പ്രായം കഴിഞ്ഞാൽ അത് ഉണ്ടാവും. ഏത് ഭക്ഷണമാണ് നമുക്ക് കഴിക്കാൻ പറ്റാതെന്ന് തിരിച്ചറിയാം. ഇതൊക്കെ യൂട്ടേൺ അടിക്കുന്നത് നമ്മൾ പഠിച്ച സാധനമാണ്. ഹൗ ടു മേക്ക് എ യൂട്ടേൺ. പ്രായമാവരുത് മനസ്സുകൊണ്ട്. ശരീരത്തിൽ വെള്ള രോമങ്ങളൊക്കെ വരട്ടെ, വെൽക്കം, നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. മനസ്സുകൊണ്ട് പ്രായമാവരുത്. നിങ്ങൾ നന്മ ചെയ്യുക, നന്മ ചെയ്യുന്ന ഹൃദയത്തിന് ഒരിക്കലും പ്രായമാവില്ല. അതാണ് എൻ്റെ വിശ്വാസം. സഹീർ ഭായിയുടെ യുവത്വത്തിൻ്റെ പിന്നിൽ അത് തന്നെയാണ്. ആയിക്കോട്ടെ. നിങ്ങൾ കേട്ടു സഹീർ ഭായ് എന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു സംരംഭക ജേണി. മൂല്യങ്ങളിൽ ഊന്നിയ ഒരു ജീവിത ശൈലി. അദ്ദേഹം പറഞ്ഞ പല വാചകങ്ങളും നമ്മുടെയൊക്കെ നെഞ്ചിൽ തറച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഒരു സംരംഭം എന്ന് പറയുന്നത് പണത്തിൻ്റെ പിന്നാലെ പോവലല്ല. പണം നമ്മുടെ പുറകെ വരും. മൂല്യങ്ങളിൽ ഊന്നിയാണ് സംരംഭം ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും
നമ്മളൊക്കെ ഈ ഓട്ടത്തിലാണ്, പണമുണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അതിനിടയിൽ മറന്നു പോകുന്ന ചില കാര്യങ്ങളുമുണ്ട്. മുകളിലൊരാളുണ്ടെന്നും അദ്ദേഹം നമ്മളെ കാണുന്നുണ്ടെന്നും നമ്മുടെ പ്രവൃത്തികൾ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ആ വാചകം നെഞ്ചിൽ തറച്ചു വെച്ചോളൂ, കോർ ടീം. നമുക്കൊരു കോർ ടീമുണ്ടോ? അവർ നമ്മൾ പറയുന്ന ആശയങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അവരെ എംപ്ലോയി ആയിട്ടല്ല, ഒരു ജീവനക്കാരനായിട്ടല്ല, നമ്മുടെ സ്വന്തം കുടുംബാംഗത്തെ പോലെ കണ്ട് നമുക്കുള്ളത് അവരിലേക്ക് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ? അത്തരം ഒരു സംരംഭമാണ് പടുത്തുയർത്തുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് സഹീർ സ്റ്റോറീസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലുള്ള വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. അദ്ദേഹം വളരെ എളിമയോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുമാണ് പങ്കുവച്ചത്. സഹീർ ഭായി, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മളൊരു ബിസിനസ് ടോക്കിനേക്കാളും വളരെ മൂല്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് താങ്കൾ ഈ ഇൻ്റർവ്യൂവിലൂടെ തന്നത്. ഈ മൂല്യങ്ങളിലൂടെ എനിക്ക് ഉറപ്പാണ് ഞാൻ താങ്കളെ കാണുന്നത് 52 വയസ്സായ സംരംഭകനായിട്ടല്ല, 25 വയസ്സായ പക്വതയുള്ള ഒരു നല്ല മനുഷ്യനായിട്ടാണ്. ഈ ജീവിതം ഇതുപോലെ തന്നെ യൗവനം വീണ്ടെടുത്തുകൊണ്ട് തുടരട്ടെ. നിരവധി പേർക്ക് ഇതുപോലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരം ദൈവം താങ്കൾക്ക് ഇനിയും തരട്ടെ. നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും അവരുടെ കൈപിടിച്ച് സഹായിക്കാനും ഒക്കെ ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വിലയേറിയ നിമിഷം ചെലവഴിച്ചതിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും